ശീമോൻ പത്രോസിന് തന്നെ പറ്റിയത്. പലപ്പോഴും പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മളോട് വീണ്ടും സംസാരിക്കുകയാണ്. ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ അധ്വാനം കർത്താവില്ലാതെ പലപ്പോഴും നമ്മൾക്ക് പറ്റാതെ വരുന്നത് നമ്മളെ കൊണ്ട് തന്നെ പറ്റും, ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം പറ്റും. കർത്താവ് അവനോട് കൂടെ ഉള്ളപ്പോൾ ഹല്ലേലൂയ നമുക്ക് ശക്തിയും ബലവും, ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നു തോന്നും, ഹല്ലേലൂയ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയത്തില്ലെന്ന് തോന്നും. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഒറ്റ ഒരാൾക്ക് മാത്രമായിട്ട് അത് ചെയ്യുവാനായിട്ട് കഴിയും. അവിടെ പിന്നീട് നമ്മൾ നോക്കിക്കേ, ഹല്ലേലൂയ കർത്താവിൽ നിന്ന് ഹല്ലേലൂയ വേർപെട്ട് പിന്മാറ്റ അവസ്ഥയിൽ കടന്നുപോയ അവർക്ക് കർത്താവ് ഹല്ലേലൂയ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. ഹല്ലേലൂയ അവിടെ കർത്താവ് പറയാണ്, ഇപ്പം പിടിച്ച ഒരു മീനെ കൊണ്ടുവരിക, ഹല്ലേലൂയ അതിൽ ഞാൻ നിങ്ങൾക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ബ്രേക്ക്ഫാസ്റ്റ് ആയി നൽകാം. ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ അവര് വിചാരിക്കുകയാണ് അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മീനാണെന്ന് അവർ വിചാരിക്കും. എന്നാൽ കർത്താവ് അവരുടെ അധ്വാനം കൊണ്ട് ലഭിച്ചതല്ല, കർത്താവ് അവർക്ക് കൊടുത്തതാണ്. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട്, നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവുകൊണ്ട് നമ്മൾ നേടിയാണെന്ന്. ഹല്ലേലൂയ എന്നാൽ ആ ദൈവസന്നിധിയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്, ദൈവത്തിന് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ നമ്മുടെ നന്മ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ ശരീരം, ഹല്ലേലൂയ നമ്മുടെ ആയുസ്, നമ്മുടെ സമയം ഒക്കെ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ഹല്ലേലൂയ പോൽക്കാലം ദൈവം നമ്മളോട് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ലഭിച്ച നന്മകളെ ദൈവത്തിന് വേണ്ടി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വേഗത്തിൽ പോകട്ടെ. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഇതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹല്ലേലൂയ പത്രോസിനോട് ചോദിക്കുകയാണ്. പത്രോസ് ഹല്ലേലൂയ എന്ന് മറുപടി പറയുമ്പോൾ ഹല്ലേലൂയ അവൻ ഒരു പ്രാവശ്യം ഇതുപോലെ തീക്കനലിന്റെ മുന്നിൽ വെച്ച് ഹല്ലേലൂയ കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ വ്യക്തിയാണ്. അതേ തീക്കനലിന്റെ മുന്നിൽ വെച്ച് ചോദിക്കുകയാണ് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കർത്താവ് ചോദിക്കുകയാണ്, നീ 3 പ്രാവശ്യം എന്നെ തള്ളി പറഞ്ഞില്ലേ? ഹല്ലേലൂയ അവനെ കൊണ്ട് 3 പ്രാവശ്യം കർത്താവ് തിരിച്ചു പറയുകയാണ്. പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും സാഹചര്യങ്ങൾ മറന്നു പോകാം. ഹല്ലേലൂയ എന്നാൽ നമ്മുടെ ദൈവം ഹല്ലേലൂയ മറന്നു പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ വാസ്തവമായ ദൈവസന്നിധിയിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്നെ ഹല്ലേലൂയ വലിയ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ദൈവം മാറ്റുന്ന ദൈവമാണ്. ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഹല്ലേലൂയ അവിശ്വാസത്തിന്റെ ഹല്ലേലൂയ ആ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയ ഹല്ലേലൂയ പത്രോസിനെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ആക്കി ഹല്ലേലൂയ ആ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത ശേഷം ഹല്ലേലൂയ അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നാണ്, ഹല്ലേലൂയ സെർമൺ ടേബിൾ എന്നാണ് ഹല്ലേലൂയ അതിനെപ്പറ്റി ഹല്ലേലൂയ വേദപണ്ഡിതന്മാർ പറയുന്നത്. ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ അവരോട് ദൈവം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിന് ശേഷം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെയുള്ള പല ഭാഗങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഹല്ലേലൂയ 3 ദിവസം ഹല്ലേലൂയ കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ദൈവം ഹല്ലേലൂയ ഭക്ഷണം കൊടുത്ത ശേഷമാണ് വിട്ടത്. ഞാൻ ആ ഭാഗം എടുക്കുവാൻ സമയമില്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല. ഇവിടെ ഹല്ലേലൂയ അവരെ ക്ഷീണാവസ്ഥ കണ്ട് ഹല്ലേലൂയ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പോൽക്കാലം ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ അവൻ നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല, ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ആയിരിക്കാം. ഹല്ലേലൂയ ദൈവകരങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വലിയ വിടുതൽ കാണുവാൻ, നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിലെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ വിഷയങ്ങൾ മേൽ